വയനാടിൽ യുവ സിദ്ധാർത്ഥിന്റെ ഈ ട്രാജിക് ഡെത്ത്, ആ കുട്ടീൻ്റെ ടോർച്ചർ, ആ കുട്ടീനെ വയലൻസ് ഇൻഫ്ലിക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ക്രൂരമായി ആ കുട്ടീൻ്റെ ഡെത്തിനെ പറ്റി കേൾക്കുമ്പോൾ സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്. ഈ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസി രാഹുൽ ഗാന്ധിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. കേരള സർക്കാർ ഇന്ത്യ അലയൻസിൻ്റെ പാർട്ട്ണർ, രാഹുൽ ഗാന്ധിൻ്റെ ഇന്ത്യ അലയൻസ് പാർട്ട്ണറിൻ്റെ CPM സർക്കാരുമാണ്. ഈ കാലത്ത് ഇങ്ങനെ ഒരു ക്രൂര വയലൻസ്, ടോർച്ചർ ഒരു സ്റ്റുഡൻറ്റിന് സഹിക്കണമെന്ന് പറഞ്ഞാൽ വളരെ ഒരു എന്താ പറയുക, ഒരു അൺഫോർച്ചുനേറ്റും അല്ല, ഒരു ട്രാജിക്, ഒരു ഷെയിംഫുൾ ഇഷ്യൂ ആണ്. ഒരു ഹാൻഡിൽ നമ്മൾ കുട്ടികളോട് പറയുന്നു സ്കില്ല് ചെയ്യൂ, പഠിക്കൂ. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിയുടെ മെസ്സേജാണ് ഞങ്ങളുടെ കുട്ടികൾ, യങ്ങർ ജനറേഷനെല്ലാം എംപവർ ചെയ്യണം, അവർക്ക് എത്രയോ ജാസ്തി ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാമെന്ന് ഞങ്ങൾ പ്രയാസം ചെയ്യുന്നു. അവർക്ക് സ്കിൽസ്, എഡ്യൂക്കേഷൻ, അവരുടെ എംപവർമെൻറ്റിന് പഠിച്ചു ചെയ്യുന്നു. അതേ സമയത്ത് ഈ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസി രാഹുൽ ഗാന്ധി അവരുടെ ഇന്ത്യ അലയൻസിന്റെ വലിയൊരു നേതാവിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇന്ത്യ അലയൻസിന്റെ സർക്കാരിന്റെ പാർട്ടി, പൊളിറ്റിക്കൽ പാർട്ടി DYFI, SFIന്റെ വർക്കേഴ്സ് ഈ കുട്ടീനെ ഇങ്ങനെ കൊന്ന് ഇങ്ങനെ ഒരു ക്രൂരമായി ഒരു ടോർച്ചർ ചെയ്ത് വയലൻസിന്റെ ഒരു വിക്ടിമാക്കുന്ന ഒരു നമുക്ക് എല്ലാവർക്കും ഒരു ഷെയിംഫുൾ, ഒരു എന്താ പറയണ്ടത്, എനിക്ക് ഒന്നും പറയാനൊന്നും വേർഡ്സ് ഇല്ല. ഈ ഒരു ചേഞ്ച് വരണം, നമ്മുടെ നാട്ടിലൊരു ചേഞ്ച് വരണം. ഇങ്ങനത്തെ വയലൻസ്, ഒരു ബ്രേസൺ, ഒരു ഇറസ്പോൺസിബിൾ വയലൻസിന്റെ ഒരു കൾച്ചർ നമുക്ക് നിർത്തണം. നമ്മുടെ കുട്ടികൾക്ക് വരുന്ന കാലത്തെല്ലാം ഇത്രയും ജാസ്തി ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്ന ഈ രാജ്യത്ത്, ദുനിയാവിന്റെ എല്ലാ കൺട്രീസും നമ്മൾ ഇന്ത്യയിലെ യുവാക്കൾ നോക്കി അവരെ അഡ്മയർ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെ എൻകറേജ് ചെയ്യുമ്പോൾ എന്തിനാണ് നമ്മുടെ നാട്ടിൽ, എന്തിനാണ് വയനാട്ടിൽ ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ആവുന്നത്, ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റിന് ആവാൻ സമ്മതിക്കുന്നത്? അപ്പോൾ I am pleading with the Chief Minister, I am pleading with Rahul Gandhi. ഇദ്ദേഹം ജോഡോ യാത്ര എന്ന് പറഞ്ഞിങ്ങനെ 24 മണിക്കൂർ പറയുമ്പോൾ ഒന്ന് വയനാട് പോയിട്ട് അവിടുത്തെ കുട്ടികളെ ഒന്ന് രക്ഷിക്കണം, അവരെ കുട്ടികളെ ഒന്ന് ഒരു ശരിക്ക് ഒരു പ്രോസ്പെരിറ്റിയും ഒരു ഓപ്പർച്യൂണിറ്റീൻ്റെ ഒരു റോഡിൽ അവരെ ഒന്ന് എനേബിൾ ചെയ്യണം. എല്ലാം പോളിറ്റിക്സ് ആയിട്ട് പ്രിസം നോക്കരുത്. നമ്മുടെ കുട്ടികൾക്ക് ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാക്കാൻ നമ്മൾക്കൊരെല്ലാം ഒരു കമ്മിറ്റ്മെന്റ് വേണം. ഇങ്ങനത്തെ ഒരു വയലൻസ് പോളിറ്റിക്സ് നിർത്തണമെന്നാണ് ഞാനൊരു ആഗ്രഹിക്കുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു.